പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഉറവിടങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്ന് കാണുകയാണ്. വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മധ്യസ്ഥം ഇന്നത്തെ ഈ വചന പഠനത്തിനായി നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നു. അടയാളങ്ങളുടെ പുസ്തകത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മഹത്വത്തിൻ്റെ പുസ്തകം ആരംഭിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തോടു കൂടി നമ്മളിന്ന് ഈ 11-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ ധ്യാനിക്കാനായിട്ട് നമുക്ക് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. ഞാൻ വായിക്കുകയാണ്. 17-ാമത്തെ വാക്യം. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബഥാനിയ ജെറുസലേമിനടുത്ത് ഏകദേശം 15 സ്താദിയോൺ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തയെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോ ലാസറിൻ്റെ മരണം കഴിഞ്ഞ് ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസങ്ങൾ കഴിയുമ്പോഴാണ് എത്തിച്ചേരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ദൈവമഹത്വം ലാസറിൽ വെളിപ്പെടുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഈ കാലതാമസം വരുത്തിയത്. രോഗികളിൽ നിന്ന് സൗഖ്യപ്പെട്ട ഒരു ലാസറിനെ കാണുന്നതിന് പകരം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു ലാസറിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിനാണ്, കൂടുതൽ മഹത്വത്തിലേക്ക് അവനെ വെളിപ്പെടുത്തുന്നതിനാണ് ഈശോ താമസിച്ചത് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ലാസറിൻ്റെ ശവസംസ്കാരം കഴിഞ്ഞിട്ട് 4 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. 4-ാം ദിനം എന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക വിശ്വാസം നിലനിന്നിരുന്ന ദിവസമാണ്. അതായത് അവർ വിശ്വസിച്ചിരുന്നത് ഒരു മനുഷ്യൻ്റെ അസ്ഥി മാംസത്തിൽ നിന്ന് അഴുകി വേർപെടുന്ന ദിവസമാണ് 4-ാം ദിവസം. എന്ന് പറഞ്ഞാൽ ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ യാതൊരു പ്രതീക്ഷയും ഇല്ലെന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു സമയത്തെയാണ് ഈ 4-ാം ദിവസം എന്ന് വിളിക്കുന്നത്. അതായത് ഇനി മരിച്ചവൻ ജീവനിലേക്ക് ഒരിക്കലും മടങ്ങി വരികയില്ല എന്ന് അവർ തീർച്ചയായും ഉറപ്പിച്ചിരിക്കുന്ന, ഇനി പ്രതീക്ഷയൊന്നുമില്ല എന്ന് വിധി എഴുതുന്ന ആ ദിവസത്തിൻ്റെ പേരാണ് 4-ാം ദിവസം. അപ്പോൾ അങ്ങനെ എല്ലാ പ്രതീക്ഷകളുടെയും തിരുവെളിച്ചങ്ങൾ കെടുത്തപ്പെട്ട, ആ വെളിച്ചങ്ങളില്ലാതായ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലേക്കാണ് ക്രിസ്തു പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ദീപനാളമായി നടന്ന് കയറി വരുന്നത്. ബഥാനിയ ജെറുസലേമിനടുത്ത് ഏകദേശം 15 സ്താദിയോൺ ദൂരത്തായിരുന്നു. എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ. ജെറുസലേമിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയായിരുന്നു ബഥാനിയ. അനേകം യഹൂദർ മർത്തയെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. അത് അവിടുത്തെ ഒരു രീതിയാണ്. മരിച്ചു കഴിഞ്ഞ് ശവസംസ്കാരവും കഴിഞ്ഞ് നമ്മുടെ പരിചയമനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് ഒരു പക്ഷേ ശവോടക്കൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ മടങ്ങിപ്പോകും. എന്നാൽ ഇവർ പിന്നെയും വിലാപത്തിൻ്റെ ദിവസങ്ങൾ പിന്നെയും തുടരും. അതുകൊണ്ട് ആ വീട്ടിൽ അനേകം യഹൂദർ മർത്തയുടെയും മറിയത്തിൻ്റെയും ഏക സഹോദരൻ്റെ വേർപാടിനെ ചൊല്ലിയുള്ള ദുഃഖത്തിൽ ആശ്വസിപ്പിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. യേശു വരുന്നുണ്ട് എന്ന് ആരോ അവളോട് ചെന്ന് പറഞ്ഞു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. മറിയം വീട്ടിൽ തന്നെ
ഇരുന്നു. ഇവിടെ രണ്ട് വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങൾ നമ്മൾ കാണുകയാണ്. അതായത് മർത്ത തിടുക്കക്കാരിയാണ് എന്ന് നമുക്കറിയാം. മുമ്പ് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മർത്തയെ പറ്റി. അവിടെ മർത്ത പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായി യേശുവിനെ ശുശ്രൂഷിക്കാനുള്ള ആ വ്യഗ്രതയിൽ ഓടി നടക്കുന്ന മർത്തയെ അല്പം ശാസനാപൂർവം യേശു നേരിടുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മ കൂടി വെച്ചുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തെ കണ്ടാൽ മർത്ത എല്ലാ കാര്യത്തിലും കുറേ കൂടിയൊക്കെ തിടുക്കമുള്ള ആളാണ്. അപ്പോൾ യേശു വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ആ ഒരു വൈകാരികമായ ഒരു ഇൻറ്റൻസിറ്റിയിൽ, അവളുടെ ദുഃഖത്തിൻ്റെ ആധിക്യത്തിൽ, അല്ലെങ്കിൽ യേശുവിനോടുള്ള ആ പരിഭവത്തിൻ്റെയും പരാതിയുടെയും ഒക്കെ ആ ഒരു തീവ്രത അവൾ പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ അവൾ ഓടി യേശു വന്നെന്ന് കേട്ടപ്പോൾ അവൾ ആ ഗ്രാമത്തിന് വെളിയിലേക്ക് ചെന്നു. എന്നാൽ നമ്മൾ മറിയത്തെ കാണുന്നത് വ്യത്യാസപ്പെട്ട ഒരു രീതിയിലാണ്. മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. നിങ്ങൾ ഓർക്കണം, ഇത് 2 തരം ആത്മീയ സമീപനങ്ങളുടെ അടയാളമാണ്. അതായത് മറിയം കുറേ കൂടി ആത്മീയ പക്വത ഉള്ള ആളാണ്. അവൾക്ക് തീർച്ചയായിട്ടും സഹോദരൻ്റെ മരണത്തെ ചൊല്ലി ദുഃഖമുണ്ട്, യേശു വരാത്തതിൽ പരിഭവമുണ്ട്. പക്ഷേ കുറേ കൂടി അവധാനതയോടെയും സാവകാശത്തോടെയും പക്വതയോടെയും ജീവിതത്തെ കാണാൻ പരിശീലനം കിട്ടിയ ആളാണ്, ആത്മീയ പക്വത കിട്ടിയ ആളാണ് മറിയം. അപ്പോൾ അതുകൊണ്ട് തന്നെ മറിയത്തിന് ഈ സന്ദർഭത്തിൽ ആ ഒരു വൈകാരികമായ തിടുക്കം നമ്മൾ കാണുന്നില്ല. അവൾ വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത ഇനി യേശുവിനോടുള്ള സംസാരമാണ്. ഒരു അല്പം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന ഒറ്റ വായനയിൽ തോന്നുന്ന ഒരു സംഭാഷണമാണ് മർത്തയും യേശുവും തമ്മിലുള്ളത്. നമുക്കത് വായിക്കാം. മർത്ത യേശുവിനോട് പറഞ്ഞു, പരാതിയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഈ ഒരു വാചകം നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം ഇത് ഇനി അല്പനേരം കഴിയുമ്പോൾ മറിയവും ആവർത്തിക്കാൻ പോകുന്നത് ഇതേ വാചകമാണ്. സഹോദരിമാരുടെ 2 പേരുടെയും ദുഃഖം ഒന്ന് തന്നെയാണ്. അതായത് രോഗാവസ്ഥയിൽ ഞങ്ങൾ ഈ വിവരം നിന്നെ അറിയിച്ചപ്പോൾ നീ സമയത്ത് എത്തിയില്ല. അപ്പോൾ നീ സമയത്ത് എത്തിയിരുന്നെങ്കിൽ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. തീർച്ചയായിട്ടും അത് യേശുവിലുള്ള അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ പ്രതികരണം കൂടിയാണ്. കാരണം രോഗത്തിൽ നിന്ന് ഞങ്ങളുടെ സഹോദരനെ രക്ഷിക്കാൻ നിനക്ക് കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ഈശോ മർത്തയോട് ആവശ്യപ്പെടുന്നത് കുറേ കൂടി ആഴത്തിൽ വിശ്വസിക്കാനാണ്. എനിക്ക് രോഗത്തിൻ്റെ മേൽ മാത്രമല്ല അധികാരം, ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുണ്ട്. രോഗിയായിരിക്കുന്ന ഒരാളെ സുഖപ്പെടുത്തുക മാത്രമല്ല എനിക്ക് കഴിയുന്നത്, മരിച്ച ഒരാളെ ഉയർപ്പിക്കാനും എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത് എന്നാണ് പരോക്ഷമായി യേശുവിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ് ഈശോ അതിന് മറുപടിയായിട്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന ആ സഹോദരിയുടെ ആ സഹജമായ ആ പരിദേവനത്തോടുള്ള യേശുവിൻ്റെ പ്രത്യുത്തരം എങ്ങനെയാണ്? യേശു പറഞ്ഞു, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ദാറ്റ് മീൻസ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ അവനെ സുഖപ്പെടുത്തിയനെ. ജീസസ് ഈസ് ഗോയിങ് മോർ ഡീപ്പർ, കുറേ കൂടി ആഴത്തിൽ പോയിട്ട് പറയുകയാണ്, സൗഖ്യമല്ലല്ലോ മോളെ, ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഇത് മർത്തയ്ക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ സാവകാശം എൻ്റെ കൂടെ ചിന്തിക്കണം. അതായത് ഇവിടെ എന്താണ് ഈശോ ഉദ്ദേശിക്കുന്നത്? ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ എപ്പോൾ ഉയർത്തെഴുന്നേൽക്കും എന്നാണ്. ഈശോയുടെ മനസ്സിലിരിക്കുന്നത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ ജീവനിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് വരും എന്നാണ്. എന്നാൽ അത് അത്രയും മനസ്സിലാക്കാൻ മാത്രം ആഴത്തിലൊരു വിശ്വാസം മർത്തയിലേക്ക് ഇതുവരെയും കടന്നു വന്നിട്ടില്ല. അപ്പോൾ മർത്ത അതിനെ ശരിയായി മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അവൾ ചിന്തിക്കുന്നത് പുനരുത്ഥാനത്തിൽ, ആ കാലഘട്ടത്തിൽ യഹൂദരുടെ ഇടയിൽ മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ച് പ്രബലമായ വിശ്വാസം നിലനിന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അവൾ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഈശോ പറയുകയാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്. ഈ ഐ ആം സെയിങ്സിലെ
ഒരു പ്രധാനപ്പെട്ട വാചകമാണിത്. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്താണിത്? നിങ്ങൾക്ക് മനസ്സിലായോ? ഈശോ പറയുകയാണ്, ഞാൻ എവിടെയുണ്ടോ അവിടെ ഉത്ഥാനവുമുണ്ട് ജീവനുമുണ്ട്. അപ്പോൾ ഞാൻ മരിച്ചവൻ്റെ കല്ലറയുടെ മുമ്പിൽ നിന്നാൽ മരിച്ചവർ എൻ്റെ സ്വരം കേൾക്കുമ്പോൾ അപ്പോൾ ഉയർത്തെഴുന്നേൽക്കും. അവർ ജീവനിലേക്ക് അപ്പോൾ കടന്നു വരും. അന്ത്യദിനം വരെ അതിന് കാത്തിരിക്കേണ്ട. ഈ നിമിഷം നിൻ്റെ സഹോദരൻ ജീവനിലേക്ക് തിരിച്ചു വരും. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ള ദൈവം ഞാനാണ്. സ്വാഭാവികമായിട്ട് അവൾക്കത് മനസ്സിലാവുന്നില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് മരണമില്ല. മരിച്ചാലും അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇത് നീ വിശ്വസിക്കുന്നുവോ? മനസ്സിലായില്ല പാവത്തിന്. അവൾ എങ്കിലും കുറേയൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അവൾ പറയുകയാണ്, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ചെറുതല്ലാത്ത ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത്തരം ഒരു വിശ്വാസ പ്രഖ്യാപനം സുവിശേഷങ്ങളിൽ ആദ്യമായി നടത്തിയത് ആരാണെന്ന്? അത് പത്രോസ്ലിഹായാണ്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അത് ഒരു പുരുഷൻ ആദ്യമായി ആ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തിയത് പത്രോസാണെങ്കിൽ ഒരു സ്ത്രീ ആ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് മർത്തായാണ്. തീരെ ചെറുതല്ലാത്ത ഒരു വിശ്വാസ പ്രഖ്യാപനമാണത്. നിസ്സാരമല്ലത്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന്, മിശിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആഴപ്പെട്ടിട്ടില്ലെങ്കിലും വിശ്വാസം അവളിൽ ശക്തമാണ്. യേശുവിനെക്കുറിച്ച് അവൾക്ക് ഉറപ്പുണ്ട്. നമുക്ക് അടുത്ത ഭാഗം വായിക്കാം. ഇത് പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച് ഇത് പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് ഒരല്പം ആശയക്കുഴപ്പം നിങ്ങൾക്ക് തോന്നാം. സത്യത്തിൽ യോഹന്നാൻ വിവരിക്കുന്ന ഈ സംഭവ വിവരണത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കറിയാം യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല. മറിയത്തെ വിളിക്കാൻ യേശു ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാവും മർത്ത അങ്ങനെ പറഞ്ഞത്? എന്തായിരിക്കും ഈ പറച്ചിലിൻ്റെ ഈ ചെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലെ കാരണം? നുണ പറഞ്ഞതാണോ? ഒരർത്ഥത്തിൽ ഇത് നുണയാണ്. എന്തിനായിരിക്കും അവൾ എന്ന് പറഞ്ഞത്? അതായത് ഈ ഒരു സംഭാഷണം യേശുവുമായി നടത്തി കഴിയുമ്പോൾ ഒരല്പം കഴിയുമ്പോൾ നമ്മൾ വായിക്കും, യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു, മർത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു. ഒരു 3-4 വാചകങ്ങൾ കഴിഞ്ഞ് ഇങ്ങനൊരു വാചകമുണ്ട്. അതിൻ്റെ അർത്ഥം ഈ സംസാരമെല്ലാം നടത്തിയിട്ടും യേശുവിൽ കാര്യമായ ഒരു ചലനം ഉണ്ടാക്കാൻ മർത്തയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മർത്തയ്ക്ക് മനസ്സിലായി. കുറെ കൂടി ആഴമായ എന്തോ ഒന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. അത് കൊടുക്കാൻ മാത്രം ഒരാത്മീയ വളർച്ച തനിക്കില്ലെന്ന് അവൾ സമ്മതിക്കുകയാണ്. അത് ഒരുപക്ഷെ മറിയത്തിന് പറയാൻ കഴിഞ്ഞേക്കും. യേശു അപ്പോഴും ആ ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് എവിടെയോ മറിയം പറഞ്ഞാൽ യേശു ചലിക്കും എന്ന് മർത്തയ്ക്ക് തോന്നിയത് കൊണ്ടാവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവൾ ചെന്ന് സ്വകാര്യമായി മറിയത്തെ വിളിച്ചു. യേശു വിളിക്കുന്നുവെന്ന് കേട്ട ഉടനെ മറിയം ഓടി അവൻ്റെ അടുത്തേക്ക് ചെന്നു. അതപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു. ഇത് നമ്മൾ ഓരോരുത്തരോടുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണിത്. ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു. 2 കൈയും വിരിച്ച് നിൽക്കുന്ന ഈശോ എന്നെയും നിന്നെയും അവൻ്റെ ഹൃദയത്തിലേക്ക്, അവൻ്റെ അരികിലേക്ക് വിളിക്കുകയാണ്. ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു. അപ്പോൾ അവൾ ഇത് കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു, മർത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു. അവൾ ശവകുടീരത്തിങ്കൽ കരയാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു. മറിയം യേശു വന്നിരുന്നിടത്ത് നിന്നപ്പോൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ കാൽക്കൽ വീണ് പറഞ്ഞു. ഇവിടെ നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിലാണെങ്കിലും, ലൂക്ക 10, ലൂക്കായുടെ സുവിശേഷത്തിലാണെങ്കിലും, യോഹന്നാൻ 11-ലാണെങ്കിലും, യോഹന്നാൻ 12-ലാണെങ്കിലും
നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. മറിയം എപ്പോഴും യേശുവിൻ്റെ പാദത്തെ പ്രണയിച്ച സ്ത്രീയാണ്. പാദപത്മജത്തിൽ മുഖം ചേർത്തവളാണ്. ലൂക്കാ 10 മർത്തയുടെയും മറിയത്തിൻ്റെയും വീട്ടിൽ ഈശോ അതിഥിയായി എത്തുമ്പോൾ അവൾ യേശുവിൻ്റെ പാദാന്തികത്തിൽ ഇരുന്ന് അവനെ കേട്ടുകൊണ്ടിരുന്നു. യോഹന്നാൻ 11 അവൾ യേശുവിൻ്റെ കാൽക്കൽ വീണ് അവനെ ആരാധിച്ചു. യോഹന്നാൻ 12 യേശുവിനെ മറിയം അവൻ്റെ പാദത്തിൽ സുഗന്ധലേപന അഭിഷേകം ചെയ്ത് അവനെ സ്നേഹിച്ചു. പാദത്തെ പ്രണയിച്ച പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അത് സൂചനാപരമാണ്. പാദത്തിൽ മുഖമമർത്തി പാദത്തെ അഭിഷേകം ചെയ്തു, പാദത്തിൽ വീണ് ആരാധിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ആരാധനയുടെ സ്ത്രീയാണിത്. അഗാധമായ ദൈവസ്നേഹത്തിൽ ചാലിച്ച ആരാധനയാണ് അവൻ്റെ പാദത്തിലേക്ക് ഹൃദയം ചേർത്ത് വെക്കുന്ന ഈ സൂചനയിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആരാധകയാണ് അവൾ, വർഷിപ്പറാണ്. അപ്പോൾ കാൽക്കൽ വീണു. നിങ്ങൾ നോക്കണം, ഈ നിമിഷം ഈശോ ചലിക്കുകയാണ്. മർത്ത കുറേയധികം സങ്കടം പറഞ്ഞപ്പോഴൊന്നും ചലിക്കാത്ത ക്രിസ്തുവിൻ്റെ കാലുകൾ ഇനി ചലിച്ചു തുടങ്ങും. വളരെ വൈകാരികമായ ഒരു പ്രതികരണം യേശുവിൽ നിന്ന് ഉണ്ടാവുകയാണ്. ദിസ് ഈസ് സോ ഇൻറ്റൻസ്ലി ഇമോഷണൽ ആൻഡ് സോ ഹ്യൂമൻ, സോ ഡൗൺ ടു എർത്ത്. അത്രയും മനുഷ്യൻ്റെ വൈകാരിക ഭാവങ്ങളെ കരുണയോടെ കണ്ട, എമ്പതറ്റിക്കായിട്ട് കണ്ട ഒരു പ്രതികരണം ഈശോയുടെ വളരെ ശക്തമായൊരു പ്രതികരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതായത് അവളും അവളുടെ കൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? പിന്നെ ആക്ഷന് വേഗം കൂടുകയാണ്. നിങ്ങൾ നോക്കുക, ഒരാരാധകന് ദൈവത്തെ ചലിപ്പിക്കാൻ കഴിയും. ആരാധിക്കുന്നൊരു ഹൃദയത്തിന് ദൈവപ്രവൃത്തികളുടെ വേഗത കൂട്ടാൻ കഴിയും. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ആരാധിക്കുന്നവന് ദൈവത്തെ ചലിപ്പിക്കാൻ കഴിയും. ആരാധിക്കുന്നവന് ഈ ഭൂമിയിലെ ദൈവപ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടാൻ കഴിയും. ഇനി തിടുക്കത്തിലാണ്. എവിടെയാണ് അവനെ അടക്കിയിരിക്കുന്നത്? ഈസ് സോ റെസ്റ്റ്ലെസ് ആൻഡ് ഹി വാണ്ട്സ് ടു ഡു സംതിങ് സോ അർജൻ്റ്ലി. എവിടെയാണ് അവനെ അടക്കിയിരിക്കുന്നത്? കർത്താവെ, വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണീർ പൊഴിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുട്ടിയായിരുന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ മനഃപ്പാഠമാക്കിയ വാക്യം ഇതാണ്. എന്തുകൊണ്ടാണ് ഞാൻ മനഃപ്പാഠമാക്കിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതിനേക്കാൾ ചെറിയൊരു വാക്യം എനിക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. യോഹന്നാൻ 11:35 യേശു കരഞ്ഞു, യേശു കണ്ണീർ പൊഴിച്ചു. ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എനിക്കറിഞ്ഞുകൂടായിരുന്നു ഈ ഒരു വാചകം, ഇതിൻ്റെ ഒരു ആഴം, ഇതിൻ്റെ ഒരു സൗന്ദര്യാത്മക ആഴം എന്താണെന്ന്, ഇതിൻ്റെ ഒരു സത്യത്തിൻ്റെ ആഴം എന്താണെന്ന്. യേശു കരഞ്ഞു. എന്ത് കണ്ടിട്ടാണ് കരയുന്നത്? എന്തിനാണ് കരയുന്നത്? ഇവർ കരയുന്നത് കണ്ടപ്പോൾ യേശു കരഞ്ഞു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധൻ്റെ കണ്ണ് തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? യേശു വീണ്ടും നെടുവീർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തെങ്കിൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ലും വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ, ആ കല്ലെടുത്ത് മാറ്റുവിൻ. ഈ കല്ല് വെച്ചത് ക്രിസ്തുവല്ല, ഈ കല്ല് വെച്ചത് മാലാഖമാരല്ല, ഈ കല്ല് വെച്ചത് പിതാവായ ദൈവമല്ല, ഈ കല്ല് വെച്ചത് മനുഷ്യരാണ്. മനുഷ്യരായിട്ട് ഉരുട്ടി വെച്ച കല്ലുകൾ മനുഷ്യരായിട്ട് എടുത്ത് മാറ്റുമ്പോഴാണ് ജീവനിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നത്. അത്തരമൊരു മനുഷ്യൻ ഉരുട്ടി വെച്ച കല്ലാണ് വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ കല്ല്, വെറുപ്പിൻ്റെ കല്ല്, അജ്ഞതയുടെ കല്ല്, അഹങ്കാരത്തിൻ്റെ കല്ല്, ധാർഷ്ട്യത്തിൻ്റെ കല്ല്, ഭിന്നതയുടെ കല്ല്. ഈ കല്ല് ഉരുട്ടി മാറ്റുമ്പോൾ ലാസർ പുറത്തു വരും, ജീവൻ പുറത്തു വരും. അപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റുവിൻ. സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവ്, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. ഇപ്പോൾ ഇനി ദുർഗന്ധം വരും, ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അതായത് ദുർഗന്ധമാവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ വിശ്വാസം കൊണ്ട് നിനക്ക് മഹത്വമാക്കി മാറ്റാൻ, സുഗന്ധമാക്കി മാറ്റാൻ കഴിയും. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ദുർഗന്ധമാവാൻ, നാറ്റം വമിക്കാനിടയുള്ള നിൻ്റെ ജീവിതത്തെ വിശ്വാസം കൊണ്ട് നിനക്ക്, യേശുവിലുള്ള വിശ്വാസം കൊണ്ട് നിനക്ക് മഹത്വത്തിൻ്റെ സുഗന്ധമുള്ളതാക്കി മാറ്റാൻ കഴിയും. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവൻ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുയർത്തി പറഞ്ഞു,
പിതാവേ, അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്തെന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണ്. ചുറ്റും നിൽക്കുന്ന ഈ ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ പുറത്തു വരിക. ഇതൊരു പവർഫുള്ളായ വാക്കാണത്. ലാസറേ പുറത്തു വരിക. ഓരോ മനുഷ്യാത്മാവിൻ്റെയും അടുത്തേക്ക് വന്ന് ഈശോയ്ക്ക് മാത്രമേ അത് വിളിക്കാൻ കഴിയൂ. ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവനോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവാൻ അവൻ പോകട്ടെ. അഴിച്ചു വിടുകയാണ്. ബന്ധിക്കപ്പെട്ടും മുഖം മറച്ചും ഇരുന്ന ഈ മനുഷ്യനെ, ജീവനില്ലാതിരുന്ന ഈ മനുഷ്യനെ ജീവനിലേക്ക് അഴിച്ചു വിടുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ക്രിസ്തുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണിത്. നിന്നെ ജീവനിലേക്ക്, ജീവിതത്തിലേക്ക്, പ്രതീക്ഷയിലേക്ക്, നിന്നെ പ്രത്യാശയിലേക്ക്, നിന്നെ ആനന്ദത്തിൻ്റെ പറുദീസകളിലേക്ക്, നിന്നെ ആഹ്ലാദത്തിൻ്റെ ശാദ്വല തീരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ, തിരിച്ചു വിളിക്കാൻ, വിരൽത്തുമ്പിൽ നിന്ന് വെള്ളം പോലെ ഊർന്നുപോയി എന്ന് നീ ചിന്തിക്കുന്ന നിൻ്റെ ജീവിതത്തെ അതിൻ്റെ നന്മകളോടുകൂടി തിരിച്ചു പിടിക്കാൻ ലാസറേ പുറത്തു വരിക എന്ന് വിളിക്കുന്ന ഒരു സ്വരം ഇതാ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കലും കാത്തു നിൽപ്പുണ്ട്. അവനെ വിശ്വസിക്കുക, രക്ഷപ്രാപിക്കുക. നല്ല ഒരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ബൈബിൾ വായനാ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. 365 ദിവസം കൊണ്ട് ബൈബിൾ വായിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ പങ്കുചേരണം. യൂട്യൂബിലും പോഡ്കാസ്റ്റിൽ, സ്പോട്ടിഫൈയിൽ ഒക്കെ ഈ വായനാ പദ്ധതിയിൽ പങ്കെടുക്കാൻ കഴിയും. നമുക്ക് വചനത്തിൽ ആഴപ്പെട്ട് മുന്നോട്ട് നീങ്ങാം. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.